അല്ല, ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുറുകെ വന്നതല്ല, ബസ്സിന് മുന്നിൽ, അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു. ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത്. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാവുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. ഞാൻ പോലീസിനോടും പറഞ്ഞു, സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു, മുഴുവൻ CCTVകളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ. പക്ഷേ 100% ഉറപ്പ് പറയാം, അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു, സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കും. കുറുകെ കിടക്കുന്നത് അതെനിക്കറിയില്ല. ഞാൻ ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത്. ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്നിറങ്ങിയത്. ഈ ഡ്രൈവർ പറയുന്നത് പ്ലാമോട് വെച്ച് ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനം. ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. അവിടെയൊക്കെ CCTV ഉള്ളതാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട ആ വിഷ്വൽസ് പരിശോധിക്കാം. ഇതിനകത്ത് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഇതിനകത്ത് വാഹനം ഒരു സൈഡ് തരാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ആ പ്രശ്നമല്ല. ഞാൻ വേണമെങ്കിൽ ആ പരാതി മാധ്യമങ്ങൾക്ക് തരാൻ റെഡിയാണ്. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഒരു സ്ത്രീ തന്നെ ഒരു തവണ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് തന്നെ പരിശോധനയിൽ അദ്ദേഹത്തിനെതിരെ 2017 കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡ്. അദ്ദേഹം അപകടകരമായ രീതിയിലാണ് വാഹനം, അദ്ദേഹം KSRTC ബസ്സിനെ തന്നെ ഇടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഡ്രൈവറായി പ്രവർത്തിക്കുന്ന KSRTCയുടെ ബസ്സിനെ തന്നെ പ്രൈവറ്റ് വാഹനത്തിന്റെ ഡ്രൈവറായി ഇരിക്കുമ്പോൾ അദ്ദേഹം ഇടിച്ചതിന്റെ കേസ് നമ്പറാണ് ഞാനിവിടെ വായിച്ചത്. അതിനുശേഷം ഞാൻ പറയുന്നത് നിങ്ങൾ സൈഡിന്റെ വിഷയമാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളുണ്ടല്ലോ. പല കേസുകളിലും CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തവരാണ് മാധ്യമപ്രവർത്തകർ. അത് സ്വതന്ത്രമായി നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രശ്നമേ അല്ല മാധ്യമങ്ങൾക്ക്. അതിലാണ് എനിക്ക് സങ്കടം. കാരണം രണ്ട് സ്ത്രീകളോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നു, ലൈംഗിക ചേഷ്ടയോടുകൂടി. നമ്മളൊക്കെ സഞ്ചരിക്കുന്നില്ലേ പുറത്ത്, നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ മക്കൾ, ഇവരൊക്കെ നാളെ ഇറങ്ങി നടക്കണം. എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ഞാൻ ആ കുട്ടിയും കൂട്ടി പുറത്തു പോകണം. ഈ നാട്ടിൽ പല സ്ത്രീകൾക്കും ഇറങ്ങി നടക്കണം. അപ്പോഴൊക്കെ ഇങ്ങനെ വാഹനത്തിലിരുന്നു കൊണ്ട് ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പിന്നെ പ്രതികരിച്ചോളാം എന്ന് പറയുന്നൊരു നിലപാടാണോ നമ്മൾ സ്വീകരിക്കുന്നത്? ഞാനതാ പറഞ്ഞത്. ഇതിനു മുൻപ് പല വിഷയങ്ങളും KSRTC ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ടോ KSRTCയുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കിയിട്ടില്ല മാധ്യമപ്രവർത്തകർ. അപ്പോഴെല്ലാം അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു KSRTC ഡ്രൈവറിന്റെയും ഭാഗം ചോദിച്ച് നമ്മൾ പോയിട്ടില്ല. ഇത് രണ്ട് ജനപ്രതിനിധികൾക്കെതിരെയാണ്, തിരുവനന്തപുരം മേയർക്കെതിരെയാണ് എന്നുള്ളത് കൊണ്ട് ബോധപൂർവമായി നമ്മളത് ശ്രമിക്കുന്നത് അത് ശരിയല്ല. നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് സൈഡ് തരാത്ത പ്രശ്നം. ഞങ്ങൾ അങ്ങനെ ജനപ്രതിനിധികളായിരിക്കും അത്ര പോലും കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളല്ലല്ലോ. സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം അല്ലെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട സാഹചര്യം നമുക്കുണ്ടോ?